ധന്യനായ കർത്താവിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. 18-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: എൻ്റെ കഷ്ടതയിൽ എൻ്റെ യഹോവയെ വിളിച്ചുപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു, എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. ദാവീദിന്റെ സങ്കീർത്തനമാണ്. അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും ശൗലിന്റെ കയ്യിൽ നിന്നും ദൈവം അവനെ വിടുവിച്ച സമയത്ത് അവൻ പാടിയ ഒരു പാട്ട്. ദൈവം ദാവീദിന്റെ പ്രാർത്ഥന കേട്ട്, നിലവിളി കേട്ട് ഇറങ്ങി വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ താഴേക്ക് ഇറങ്ങി വന്നു, ഡിസെൻഡിങ്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ദൈവം കോപിച്ചു. ദാവീദിന്റെ കഷ്ടത കണ്ട് ദാവീദിനെ ശത്രുക്കൾ പിന്തുടർന്ന് ദാവീദിനെ ശത്രുക്കൾ ഉപദ്രവിക്കുന്നത് അവന് സഹിക്കുവാൻ വയ്യാതെ, എന്ന് പറഞ്ഞാൽ അവൻ രാജസ്ഥാനത്ത് എത്തിച്ചേർന്നുവെങ്കിലും അഭിഷേകതയിലും അവന്റെ മേൽ വീണുവെങ്കിലും ഭരിക്കുവാൻ കഴിയാതെ അവനൊരു നിസ്സഹായനായ വ്യക്തിയെ പോലെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ഭയപ്പെട്ട് ശൗലിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ശൗലിനെ ഉപദ്രവിക്കുവാൻ പോലും മനസ്സ് കാണിക്കാതെ ദൈവത്തെ ഭയപ്പെട്ട് ദൂരെ മാറുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അതോടുകൂടി തന്റെ പീഡനം കൂടുകയാണ് ചെയ്യുന്നത്, കുറയുകയല്ല ചെയ്യുന്നത്. പക്ഷേ ദൈവം അവന് വേണ്ടി ഇറങ്ങുന്നത്. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായി കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേലിന്റെ മുമ്പിൽ ദൈവം ഒരു വെളിപ്പെടുത്തൽ, തന്നെ തന്നെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഹോരേബ് പർവ്വതത്തിൽ വെച്ചാണ്. അപ്പോൾ അതിനു മുമ്പ് ചില ക്രമീകരണങ്ങൾ മോശ വഴി ദൈവം ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 19-ാമത്തെ അധ്യായത്തിൽ മോശയോട് ദൈവം പറയുന്നുണ്ട്: നീ ജനത്തോട് പറയുക, ഇന്നും നാളെയും അവരെ നീ ശുദ്ധീകരിക്കണം, വസ്ത്രം അലക്കണം, 3 ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കണം, ഭാര്യമാരുടെ അടുക്കൽ ചെല്ലുവാൻ പാടില്ല. 3-ാം ദിവസം എന്ത് ചെയ്യും? ദൈവം ഞാൻ സീനായിൽ ഇറങ്ങി വരും എന്നാണ് പറയുന്നത്. പർവ്വതത്തിൽ ആരും കയറരുത്, പർവ്വതത്തിന്റെ അടിവാരം മുതൽ വേലി കെട്ടി അതിർത്തിരിക്കണം, ഒരു മൃഗം പോലും പർവ്വതത്തിന്റെ അരികിലേക്ക് വരുവാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൈ തൊടാതെ അതൊരു വ്യക്തിയാകട്ടെ ഒരു മൃഗമാകട്ടെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നിത്യാദി പ്രമാണങ്ങൾ ദൈവം അവിടെ മോശയ്ക്ക് കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ. 3-ാം ദിവസം നേരം വെളുക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്നു സീനായുടെ മുകളിൽ. വലിയ ഇടിമുഴക്കവും മിന്നലും കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും സീനായുടെ മുകളിൽ ഉണ്ടായി. വലിയ ദൂതസഞ്ചയത്തിന്റെ അകമ്പടിയോടുകൂടി സർവശക്തനായ ദൈവം ജനത്തിനു വേണ്ടി ഇറങ്ങി. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന്റെ തേജസ്സിനെ ദൈവം ആ സീനായുടെ മകളിൽ ജനത്തെ കാണിക്കുന്നതിന്റെ കാരണം ജനം ഒരിക്കലും ദൈവത്തെ ഭയപ്പെടാതിരിക്കും. ദൈവത്തെ ഭയപ്പെടും. ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മളൊക്കെ ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ദൈവത്തെ നമ്മൾ ഭയപ്പെടുകയും കൂടെ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള ഭയമുണ്ടോ? ദൈവത്തെക്കുറിച്ച് പലപ്പോഴും ലാഘവമായിട്ട്, ദൈവിക കാര്യങ്ങൾ വളരെ ലാഘവമായിട്ട് സംസാരിക്കുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. കൊല്ലിന്റെ ആലയിൽ കിടക്കുന്ന നായ എത്രയോ തീ കണ്ടു എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെയൊക്കെ ചിന്ത. ദൈവം നമുക്ക് തോളെ കൈയിടാൻ കഴിയുന്ന ഒരു ഇതായിട്ടാണ് നമുക്ക് തോന്നുന്നത്, പ്രഭയായിട്ടാണ് നമുക്ക് തോന്നുന്നത്, മഹത് വ്യക്തിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അല്ലല്ലോ, ദൈവം ഭയപ്പെടുവാൻ യോഗ്യനാണ്. ദൈവം ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നത് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് മഹാകാഹളധ്വനിയോട് പർവ്വതം മുഴുവൻ കാർമേഘം കൊണ്ട് മൂടുവാൻ കൊണ്ട് വേണ്ടിയതാണ് ദാവീദ് പറയുന്നത്. എന്റെ പ്രാർത്ഥന കേട്ട് ദൈവം ഇറങ്ങി വരുന്നത് അവൻ ആകാശം ചായ്ച്ചിറങ്ങിയാണ് ഇറങ്ങിയത്. കിരൂബുകളുടെ മീതെ അവൻ ഇറങ്ങി വരികയാണ് എന്ന് പറയുമ്പോൾ ദാവീദ് വെളിപ്പാടിൽ കാണുകയാണ് തന്റെ കഷ്ടതയിൽ താൻ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ തന്റെ നിലവിളിയുടെ ആ കഠിനത, അസഹ്യമായ തന്റെ ജീവിതവരെ ഏറെ വർദ്ധിച്ച ഒരു സമയത്ത് ദൈവം കെരൂബുകളുടെ മേൽ വാഹനമേറി
അവന്റെ കാൽ കീഴ് കൂരിരുൾ ഉണ്ടായിരുന്നു എന്നാണ് 18-ാമത്തെ സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കുവാനായി കഴിയും. അവന്റെ വായിൽ നിന്ന് തീ പുറപ്പെടുകയും തീക്കനൽ ജ്വലിച്ചുകൊണ്ട് ആകാശത്തെ ചായ്ച്ചിറങ്ങി കെരൂബുകളെ വാഹനമാക്കി പറന്ന് കാറ്റിന്റെ ചിറകിലിരുന്ന് പറപ്പിച്ച് അന്ധകാരത്തെ തന്റെ മറവും ജലതപസ്സിനെ ആകാശമേഖലയും തനിക്ക് കൂടാരമാക്കി ആലിപ്പഴവും തീക്കനലും പൊഴിച്ചുകൊണ്ട് ആകാശത്തിൽ ഇടിമുഴക്കിക്കൊണ്ട് അത്യുന്നതന്റെ നാദം കേൾപ്പിച്ച് ഇറങ്ങി വരുവാന്റെ കൊണ്ടുവേണ്ടി എന്തിനും ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ഇറങ്ങി വന്നു. പുറപ്പാട് പുസ്തകം നമ്മൾ കാണുമ്പോൾ ആ സമൂഹത്തിന് വേണ്ടിയാണ് ഇറങ്ങി വരുന്നത്. നമ്മുടെ ദൈവം ദാവീദ് ഒറ്റ വ്യക്തിക്ക് വേണ്ടി ശക്തിയോടെ ഇറങ്ങി വന്ന് ദാവീദിനെ അവന്റെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു എന്ന് നമുക്ക് കാണുവാനായി കഴിയും. ദൈവത്തിന്റെ ജനമേ, ദൈവം ഭയപ്പെടുവാൻ യോഗ്യനാണ്. ദൈവത്തെ നമ്മൾ ഭയപ്പെടേണ്ടത് ആവശ്യമായിരിക്കുന്നു. പർവ്വതത്തിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തിക്കോ ഒരു മൃഗത്തിനോ അടുത്തുകൂടാ വേലി കെട്ടി അതിർത്തിരിക്കണമെന്ന് മോശയോട് പ്രത്യേകമായി കൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, വസ്ത്രമലയ്ക്ക് 2 ദിവസം നിങ്ങൾ ഒരുങ്ങണമെന്നാണ് പറയുന്നത്. യാതൊരു അശുദ്ധിയും നിങ്ങളുടെ കൂടാരങ്ങളിൽ ഉണ്ടാകെ നിങ്ങൾ ദൈവത്തെ എതിരേൽപ്പാനായി ഒരുങ്ങണമെന്നാണ് പറയുന്നത്. ആ ഒരൊറ്റ കാഴ്ചയോടുകൂടി ഇസ്രായേൽ മക്കൾ മോശയോട് പറഞ്ഞു, ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരരുത്. നീ ഞങ്ങളോട് പറഞ്ഞാൽ മതി. നീ എന്ത് പറയുന്നു അത് ഞങ്ങൾ കേട്ടനുസരിച്ചോളാം. ദൈവം ഇങ്ങനെ ഇറങ്ങി വന്നു സീനായുടെ മുകളിൽ നിന്ന് ഗംഭീര ധ്വനിയായ കാഹളത്തോടും ദൂതന്മാരുടെ അകമ്പടിയോടും എന്ന് പറയുന്ന ഒരു സൃഷ്ടികളാണ്. അഗ്നിജാലെ തന്റെ ശുശ്രൂഷകന്മാരും കാറ്റുകളെ തന്റെ ദൂതന്മാരുമാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ദാവീദിന് വേണ്ടി ഇറങ്ങി വന്ന ദൈവം, ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഇറങ്ങി വന്ന ദൈവം, ദൈവത്തിന്റെ വയതിലെ എനിക്കും നിനക്കും വേണ്ടി നീ ഞാനും ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ നമ്മുടെ കഷ്ടതയിൽ നമ്മൾ നിലവിളിക്കുമ്പോൾ ദൈവം കൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുന്ന അവസരത്തിനാണ്. അതാണ് ദൈവത്തിന്റെ നമ്മളോടുള്ള കരുതൽ, ദൈവത്തിന്റെ നമ്മളോടുള്ള സ്നേഹം, ദൈവത്തിന്റെ വയതിലെ. ആകയാൽ ഈ ദിവസങ്ങൾ ആമീസൂത്രം ദൈവത്തെ ഭയപ്പെട്ട് ആമീസൂത്രം ഭയത്തോടും വിറയലോടും കൂടെ കർത്താവിനെ സേവിക്കാൻ എഴുതിയിരിക്കുന്നു. ദൈവത്തെ ഭയപ്പെട്ട് വിശുദ്ധിയെ തികച്ച ആമീസൂത്രം കർത്താവിനെ എതിരേൽപ്പാനായി ആമീസൂത്രം ഈ ഭൂമിയിൽ ആമീസൂത്രം നമ്മൾ ആയിരിക്കുമ്പോൾ കഷ്ടതയിൽ നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ സഹായിപ്പാൻ ആരുമില്ലാതിരിക്കുമ്പോൾ നമ്മളെ ഇറങ്ങി വന്ന് ദൈവം വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമീസൂത്രം അതിനുവേണ്ടി ആമീസൂത്രം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും വിശുദ്ധീകരിച്ചുകൊണ്ട് വേർതിരിക്കേണ്ടതെല്ലാം വേർതിരിച്ച് അതിർതിരിച്ച് ആമീസൂത്രം വേലി കെട്ടി ആമീസൂത്രം നമ്മെ തന്നെ സൂക്ഷിച്ച് ആമീസൂത്രം കർത്താവിന്റെ പ്രത്യക്ഷത നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഷ്ടതയിൽ നമ്മളെ വിടുവിക്കുവാൻ നമ്മളെ ഉദ്ധരിക്കുവാൻ ആമീസൂത്രം ഇറങ്ങി വരുമ്പോൾ നമ്മുടെ കൂടാരത്തിലേക്ക് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ് നിങ്ങളുടെ പാളയങ്ങൾ തമ്മിൽ നിങ്ങളൊരു പാര കരുതിക്കൊള്ളണം. കാരണം രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ ആമീസൂത്രം ഇസ്രായേലിന്റെ പരിപാലകനായിരിക്കുന്നത് ഞാൻ ഉറങ്ങാതെ നിങ്ങളുടെ പാളയത്തിന്റെ ഇടയിൽ കൂടി നടകൊള്ളും. ഒരു പക്ഷേ ആ നടക്കുമ്പോൾ നിങ്ങളുടെ പാളയത്തിൽ അശുദ്ധി കാണാതെ നിങ്ങൾ വെളിക്ക് പോകുമ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഒരു പാര കരുതിക്കൊള്ളണമെന്ന് വളരെ വ്യക്തമായിട്ട് എന്ന് പറയുന്നത് കൂടാരത്തിന്റെ ചുറ്റിലും കൂടാരത്തിന്റെ ഉള്ളിലും യാതൊരു വിധത്തിലുള്ള അശുദ്ധി ഉണ്ടായിക്കൂടാ എന്ന് ദൈവം വ്യക്തമായി ആഗ്രഹിക്കുന്നു. ശുദ്ധരായി മുന്നോട്ട് പോകാം, ദൈവപ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കാം, നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുവാൻ, നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വന്ന് പരിഹാരം നൽകുവാൻ കഴിയുന്ന ദൈവം. അതിനുവേണ്ടി ദൈവം ആഗ്രഹിക്കുന്നതിനായി ഒരുക്കപ്പെടട്ടെ, വേർതിരിക്കട്ടെ, വേലികൾ കെട്ടട്ടെ. വചനങ്ങളാൽ ദൈവം നമ്മളെ